അടാട്ട് പഞ്ചായത്തിലെ അമ്പലങ്കാവ് ദേശത്ത് കുറൂർപ്പാറ റോഡിലെ 75ഓളം വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി പ്രദീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ അമ്പലങ്കാവ് ദേശത്തെ കുറൂർപ്പാറ റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഏകദേശം 75ഓളം വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറി കഴിഞ്ഞു. ഇവിടെയുള്ള താമസക്കാരെ 2 ദിവസങ്ങൾക്ക് മുമ്പായി തന്നെ പല ഘട്ടങ്ങളിലായി പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുലം സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി കഴിഞ്ഞു. അവശേഷിക്കുന്നവരെ കൂടി രക്ഷിച്ച ശേഷമുള്ള ഒരു രക്ഷാപ്രവർത്തകരുടെ ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിരവധി പേർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നവർ തന്നെ ഇതിനോടകം തന്നെ ബോട്ടുകളിലും മറ്റുമായി രക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യമായ ഒരു മരുന്നെടുക്കാൻ പോയവരെ വീടിൽ നിന്നും ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന നാട്ടുകാരോടും സുഹൃത്തുക്കളോടും ചോദിച്ചു മനസ്സിലാക്കാം. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ വല്ലവരും ഇപ്പൊ നമ്മള് കാലത്തോട്ട് എല്ലാവരും നമ്മള് സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്, സ്കൂളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മൃഗങ്ങൾക്ക് ഉണ്ടായിരുന്നു, മൃഗങ്ങൾ 10-15 ആടും പശുവൊക്കെ നമ്മൾ അടാട്ട് സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം മരുന്നിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കഴിയും. ഒറ്റപ്പെട്ട് കിടക്കണ ഇല്ല, അവിടെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മിനിഞ്ഞാൻ തന്നെ മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഇതെല്ലാ വീട്ടുകാരും മാറിയിട്ടുണ്ട്. കുറച്ച് വീട്ടുകാർ മാത്രം മാറത്തുണ്ടെന്നുള്ള അവരാണ്. ഇപ്പോൾ അവസാനം ഇപ്പോൾ ഒരു 10-12 ഇപ്പോൾ ബോട്ടിൽ ഇവിടുന്ന് പൊളിക്കുന്നു. ബോട്ടിൽ നിന്ന് 2 ബോട്ട് ഇറക്കി പലവരെയും ഇപ്പോൾ കൊണ്ടുപോയി. പിന്നെ അതിന് മുന്നേയായിട്ട് കുറേ മൃഗങ്ങളെ എനിക്കുണ്ടായിരുന്നു, അവരെനിപ്പോൾ ടെമ്പോയിലേക്കായിട്ട് കൊണ്ടുപോയി. ഇനിയിപ്പോൾ അവിടെ വീടുകളിൽ ആരും ഇല്ല, താമസക്കാരും ഇല്ല. അപ്പോൾ ഒരു ചേച്ചിക്ക് അത്യാവശ്യമായിട്ട് മരുന്നെടുക്കാൻ പോയിട്ടുള്ള കേസ് മാത്രമേ ഉള്ളൂ. അവരാണിപ്പോൾ ബോട്ട് വരാൻ പോയിന്റ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആൾക്കാരും ആരും ഇവിടെ ഇല്ല. വേറെ അപകടങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. കറണ്ടിന്റെ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടാട്ട് പഞ്ചായത്തിലെ അമ്പലക്കാവ് ദേശത്തെ കുറൂർപ്പാറ റോഡിലുള്ള രക്ഷാപ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവൻ രക്ഷാ മരുന്നുകൾ വീട്ടിൽ നിന്നും എടുക്കുന്നതിന് പോയ വീട്ടമ്മമാരെ രക്ഷാപ്രവർത്തകർ ബോട്ടിലാക്കി കൊണ്ടുവരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇപ്പോൾ 75ഓളം വീടുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു 75ഓളം വീടുകൾ ഇവിടെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. എല്ലാവരെയും രക്ഷിച്ച ശേഷം അവസാനമായുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ വെള്ളം കയറിയ വീടുകളിലൊന്നും ആരും ശേഷിക്കുന്നില്ല. യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാവരും അടക്കം നിരവധി പേരാണ് രക്ഷാപ്രവർത്തനത്തിൽ ഇവിടെ പങ്കുചേർന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാം വീടുകളിലെല്ലാം തന്നെ ഉള്ളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നൊരവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഭൂരിഭാഗം പേരെയും രക്ഷാപ്രവർത്തകർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇവിടെ വീടുകളിലെല്ലാം പൂർണ്ണമായും തന്നെ വെള്ളം കയറി കഴിഞ്ഞു. ഇവിടെയുള്ള നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ശേഷിക്കുന്നവരെ കൂടി സുരക്ഷിതമായി തന്നെ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു അത്യാവശ്യ മരുന്നെടുക്കുന്നതിന് വേണ്ടി ഒരു വീട്ടമ്മയെ സുരക്ഷിതമായി ബോട്ടിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അവരെ ബോട്ടുകളിൽ തന്നെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ അകലെ നിന്നും കാണാൻ സാധിക്കും. ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. 2 ദിവസം മുമ്പ് വരെ യാതൊരുവിധ വെള്ളക്കെട്ടിൻ്റെ ലക്ഷണങ്ങളും ഇവിടെ കണ്ടിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ വെള്ളത്തിനടിയിലാവുന്നൊരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ റോഡുകളിൽ 3-4 അടി വെള്ളം കയറിയിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യമായി മരുന്നെടുക്കാൻ പോയി ഒരു വീട്ടമ്മയെ രക്ഷാപ്രവർത്തകർ ബോട്ടിൽ കൊണ്ടുവരുന്നൊരു കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇവിടത്തെയുള്ള പരിസരങ്ങളിലുള്ള എല്ലാ വീടുകളിലും ഏകദേശം 75ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു മികച്ച ഉദാഹരണം എന്ന് തന്നെ പറയാം. കാരണം എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ രംഗത്തിറങ്ങുകയും ഒരാളെ പോലും ഒറ്റപ്പെടുത്താതെ എല്ലാവരെയും സുരക്ഷിതമായി തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മഴയ്ക്ക് ചെറിയ തോതിലുള്ള ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ വലിയ പ്രശ്നങ്ങളില്ലാതിരുന്ന അമ്പലക്കാവ് പ്രദേശത്ത് ഇപ്പോൾ 75ഓളം വീടുകളിൽ വെള്ളം കയറി എല്ലാവരും തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു. മഴയുടെ കാഠിന്യം കുറഞ്ഞുവെങ്കിലും ശരിയായ തോതിൽ കടലിലേക്ക് വെള്ളം ഒഴുകി പോകാത്തത് മൂലം പല പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളം പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉയരുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും മഴയുടെ കാഠിന്യം കുറയുന്നതിനനുസരിച്ച്
വെള്ളമിറങ്ങും, ജനങ്ങളുടെ ദുരിതത്തിന് ശമനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. ക്യാമറാമാൻ ആഷിഖിനൊപ്പം KR പ്രദീപ്, ടീം TC.